എല്ലാവർക്കും ടോർക്ക് അപ്ഡേറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് മാത്രമേ ഈ എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ റൂബിക്സ് ക്യൂബിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഇപ്രാവശ്യം പറഞ്ഞുതരാൻ പോകുന്നത്. അതിലാകെ 2 റൂള് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ, റൈറ്റ് മൂവ്മെൻറ്റും ലെഫ്റ്റ് മൂവ്മെൻറ്റും. ഈ മെത്തേഡിനെ കുറിച്ച് മനസ്സിലാകണമെങ്കിൽ ആ മൂവ്മെൻറ്റ് ഏതാണെന്ന് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇതിലിപ്പം നിങ്ങൾ കാണുന്ന റൈറ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ R U R dash U dash, ലെഫ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ L U dash L dash Q. ഈ 2 റൂള് മാത്രം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നതെന്നുള്ള പുതിയൊരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതിനു മുമ്പ് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് ഈ എപ്പിസോഡിലും ഞാൻ എത്ര മിനിറ്റ് കൊണ്ട് എനിക്കിതിപ്പം ചെയ്യാൻ പറ്റും ഈ റൂൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, അതാദ്യം കണ്ടു നോക്കുക. Samurai sword on my back. You don't know how to act. Maybe you should relax. Maybe you should relapse. Just kidding. Stop, 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 stop. Stop, 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 stop. Stop, 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 stop. Stop, 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 stop. Stop, 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 stop. Stop, 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 stop. നമുക്കിനി ഈ പുതിയ 2 റൂൾ ഉപയോഗിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്ത പോലെ തന്നെ യെലോയിൽ പ്ലസ് രൂപത്തിൽ വൈറ്റ് എത്തിക്കണം ഇവിടെ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതിപ്പോൾ ഇവിടെ ഗ്രീൻ കാണുന്നുണ്ട്, 1 കിട്ടി നമുക്ക്. ഇനി അടുത്തത്
ഒന്നും കൂടി കിട്ടിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തെ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഭാഗ്യം കൊണ്ടെന്ന് പറയാം. പിന്നെ അടുത്ത ഒരെണ്ണം കൂടിയുണ്ട്. അത് ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കറക്റ്റ് ഓർഡറിലായിട്ട് ഇവിടത്തേക്ക് എത്തിക്കാം. ബ്ലൂ ആയി, ഇനി റെഡ് ആയി, ഇനി ഓറഞ്ച് ആയി, ഇനി ഗ്രീന് ആയി. ഓക്കെ, ഇനി നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ 4 സൈഡ്, അതായത് ഈ 4 കട്ടകൾ മാത്രം ഇനി കറക്റ്റായിട്ട് വെക്കണം. ഇനി ഓരോന്നിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള നോക്കുക. ഇത് ഇവിടെയുള്ളത് കറക്റ്റ് ഇവിടെ വരണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത അതേ ട്രിക്ക്, ഇത് ഇങ്ങോട്ടേക്ക് തിരിക്കുക, ഇങ്ങോട്ടേക്ക് വെക്കുക. ഓക്കെ, അത് കറക്റ്റായി. ഇനി അതേപോലെ അടുത്ത പുറത്ത് ഇവിടെ ഏതൊക്കെ ഭാഗത്തൊന്നുണ്ടോ നോക്കുക. അപ്പോൾ ഇത് നമുക്ക് ഇവിടത്തേക്ക് എത്തിക്കണമെങ്കിൽ ഇതുപോലെ ഇങ്ങോട്ടേക്ക് തിരിക്കുക, ഇത് ഇങ്ങോട്ടേക്ക് മാറ്റുക, എന്നിട്ട് ഇത് പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ആയി. ഇനി ഈ 2 ഭാഗവും കൂടി, അതിന് കറക്റ്റായിട്ടുള്ള കളേഴ്സ് ഇതാണ്. അപ്പോൾ ഇനി ഇവിടെ ഇതുപോലെ ഒന്ന് തിരിക്കുക, ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക, ഇത് പഴയതുപോലെ എടുക്കുക. ഇതായി. ഇനി ഒരെണ്ണം കൂടി വെക്കുക, അത് ഇവിടെയാണ് വരുന്നത്. അന്ന് നമുക്ക് നോക്കി നോക്കാം. ഇതിപ്പോൾ ഞാൻ ഇതേപോലെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, ഇത് ഇങ്ങോട്ട് തിരിച്ചു, ഇത് ഇങ്ങോട്ടെടുത്ത് എത്തി. ഓക്കെ, നമ്മളെ താഴത്തെറ്റും താഴ്ഭാഗം ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഞാനിത് കുറച്ച് സ്പീഡിൽ പോവും, കാരണം മറ്റേ വീഡിയോ ചെയ്തതുപോലെ സ്ലോയിൽ വേണമെങ്കിൽ ഇതിൻ്റെ മെയിൻ പാർട്ട് ഞാൻ പറഞ്ഞുതരാം. ഇനിയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ U ഡാഷ് L ഡാഷ് U L U F U ഡാഷ് F ഡാഷ് ആ 2 റൂളും നമ്മൾ പ്രവർത്തിക്കാണ്ട് ഒറ്റൊരു റൂളിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതിലുള്ള പോലെ ഈയിലുള്ള ഇപ്പുറത്തെ കളർ കറക്റ്റാക്കി എടുക്കണം, മാച്ചിങ് കളർ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ റെഡിൽ ഇത് മാച്ചിങ് ആണ്, കറക്റ്റ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ എനിക്ക് ഇവിടത്തേക്ക് എത്തിക്കണ്ടേ ഈ കളറ്, ഇവിടെ കറക്റ്റ് എനിക്ക് ഇവിടെയാണ് എത്തണ്ടേ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് നമ്മൾ യുയിലേക്ക് തിരിക്കുന്നു. യു ഡാഷ് അല്ല, യുയിലേക്ക് തിരിച്ചു വെക്കുന്നു. അത് നോക്കണ്ട. അതായത് നമുക്ക് ഇവിടത്തേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ജസ്റ്റ് ഇപ്പുറത്തേക്ക് തിരിച്ചു വെച്ചതിന് ശേഷം ഞാൻ പറഞ്ഞ ഈ ഫോം നോക്കുക. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്നത് റൈറ്റ് സൈഡിലാണ്, ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ്. അപ്പോൾ റൈറ്റ് മൂവ്മെൻ്റാണ് നമ്മൾ ചെയ്യുന്നത്. R U R ഡാഷ് U ഡാഷ്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഭാഗം ഈ രീതിയിൽ ഇങ്ങോട്ട് പിടിച്ച് ഈ വൈറ്റ് ഇവിടെ വന്നല്ലോ, അതിന് കണക്കായിട്ട് ലെഫ്റ്റ് മൂവ്മെൻറ്റ് ചെയ്യുക. ലെഫ്റ്റ് U ഡാഷ് L ഡാഷ് U. അത് വന്നില്ലേ, സിമ്പിളല്ലേ? ഇതാകുമ്പോൾ ഈ 2 സ്റ്റെപ്പ് മാത്രം പഠിച്ചാൽ ഇതേപോലെ കറക്റ്റായി. ഇനി അതുപോലെ അടുത്തത് നോക്കുക, അടുത്ത കളർ ഏതാ വരുന്നത്. ഇപ്പോൾ ബ്ലൂ ഓറഞ്ച്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇപ്പുറത്തെ സൈഡ്, അതായത് ലെഫ്റ്റ് ഭാഗം ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ട് റൈറ്റിലേക്ക് തിരിച്ചു വെക്കണം, റൈറ്റ് ഭാഗം ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്കും തിരിച്ചു വെക്കണം. അപ്പോൾ ഇതിപ്പോൾ ലെഫ്റ്റ് ഭാഗം ചെയ്യുമ്പോൾ റൈറ്റിലേക്ക് ഞാൻ തിരിച്ചു വെച്ചു, എന്നിട്ട് ലെഫ്റ്റ് മൂവ്മെൻറ്റ് ചെയ്യുന്ന. ഇനി ഈ ഭാഗം പിടിച്ച് റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്യും, അതായത് നേരെ ഓപ്പോസിറ്റ്, നേരത്തെ ചെയ്ത പോലത്തെ അതിൻ്റെ ഓപ്പോസിറ്റ്. കറക്റ്റായില്ലേ? ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ ഈ 2 കളറും ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് ഇവിടത്തേക്ക് കൊണ്ടുവരണം, കാരണം ഇവിടെ ഫുള്ള് യെല്ലോ ആയിട്ടുള്ളത്. അപ്പോൾ സെയിം ട്രിക്ക് ഒന്ന് യൂസ് ചെയ്താൽ മതി. അതായത് ഇത് നമുക്കിനി തിരിക്കണോ വേണ്ടിയൊന്നൊന്നുമില്ല, എന്ത് വേണം തിരിച്ചോ, ഒരു പ്രശ്നമില്ല. ഇത് തിരിക്കണം നിർബന്ധമില്ല. അതിന് വരെ നമ്മൾ റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്തു, ലെഫ്റ്റ് മൂവ്മെൻറ്റ് ചെയ്തു. അപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള പോർഷൻ ഇവിടെ എവിടെയോ വന്നിട്ടുണ്ട്. വന്നത് ഇപ്പുറത്തെ സൈഡിലാണ്, ഇപ്പുറത്തെ ഭാഗത്തിൻ്റെയാണ്. അപ്പോൾ നമ്മളിനി ഇതിനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇത് ഇവിടത്തേക്ക് എത്തും.
അപ്പോൾ ഇത് ഇവിടത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇവിടത്തേക്ക് തിരിക്കണം. അപ്പോൾ ഓക്കെ, അത് കറക്റ്റായി. ഇനി അടുത്തത് ഇത് ഇവിടെ വരണ്ട. അപ്പോൾ അത് റെഡിൻ്റെ ഈ ഭാഗത്താണ്. അപ്പോൾ സെയിം സ്റ്റെപ്പ്. ഓക്കെ, കറക്റ്റായി എന്ന് നമുക്ക് തിരിയുന്നുണ്ട്. ഇനി നമുക്ക് മേൽഭാഗം ക്ലിയർ ചെയ്യണം. അപ്പോൾ മേൽഭാഗം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ കിട്ടണം. ഇത് നമ്മൾ നോക്കണ്ട, ഇത് ഇങ്ങനെ കിട്ടണം. ഇത് ഇങ്ങനെ കിട്ടുന്ന രീതിയിലാക്കി എടുക്കണം. പൊസിഷൻ ഏതായാലും പ്രശ്നമില്ല. ഇനി പ്ലസ് വരുത്തണം. മറ്റേത് പറഞ്ഞ പോലെ പ്ലസ് ഇവിടെയും വരുത്തണം നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് പ്ലസ് നോക്കാം. പ്ലസ് വരുത്തേണ്ട ഫോർമുല എന്താണെന്ന് വെച്ചാൽ ഇത് ഇപ്പുറത്തെ ഭാഗം തിരിച്ച്, അതായത് ചെയ്യുമ്പോൾ ഇത് റൈറ്റിലേക്ക് തിരിക്കുക. ഇത് റൈറ്റ് റൂൾ, അതായത് റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്യുക. എന്നിട്ടിത് പഴയതുപോലെ തിരിച്ച് വെക്കുക. ഫേസ് നമ്മൾ കറക്റ്റായിട്ട് വെക്കുമ്പോൾ കറക്റ്റാവും. കിട്ടിയില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി അതുപോലെ. കാരണം ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്താൽ ഇവിടെ എല്ലാം കംപ്ലീറ്റ് തെറ്റും. അപ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. പ്ലസ് കിട്ടിയിട്ടുണ്ട്. പ്ലസ് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പല രീതിയിലും വരും. ഇത് ഇങ്ങനെ വരും, ഇത് ഈ ഒരു ഭാഗമായിട്ട് ഇത് രണ്ടും അല്ലാണ്ട് ഇങ്ങനെയും കിട്ടാൻ തരും. അതും അന്നേരവും നമ്മൾ ഈ സെയിം സ്റ്റെപ്പ് ഞാൻ നേരത്തെ ചെയ്ത പോലെ ഇങ്ങനെ വിസിറ്റ് ചെയ്യുക. ഇനി ഈ കളറില്ലേ ജോയിൻ്റ് ആക്കുക. ഇത് ഇങ്ങനെ തന്നെ വരണം എന്നൊന്നുമില്ല. അതായത് നമുക്കിനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ജോയിൻ്റ് ആണ്. അതായത് ഒരു സൈഡിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഉദാഹരണത്തിന് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയെന്ന് വെച്ചോ. ഇങ്ങനെ കിട്ടിയാലും ഈ സ്ഥാനം ഇതിൻ്റെതായ സ്ഥാനത്താണ് ഇത് നിൽക്കുന്നത്. നമുക്ക് പൊസിഷൻ, അതായത് ഇതിപ്പോൾ കറക്റ്റ് പൊസിഷനാണ്, പക്ഷെ കളറിൽ ഡിഫറൻസ് ഉണ്ട്. കാരണം ഓപ്പോസിറ്റ് മാറിപ്പോയി. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെ വരാത്ത സമയത്ത് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു റൂളുണ്ട്. അത് ഞാൻ കട്ട് ചെയ്തിട്ട് വേറെ തന്നെ കാണിച്ചു തരാം. അത് നമുക്കിതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യേണ്ടത് നോക്കാം. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആ റൂളിൽ തന്നെ നമുക്കിത് ചെയ്ത് നോക്കാം, കിട്ടുമോ നോക്കാം. റൈറ്റ് മൂവ്മെൻറ്റ് 3 പ്രാവശ്യം ചെയ്യാം. ഇനി ലെഫ്റ്റ് മൂവ്മെൻറ്റ് 3 പ്രാവശ്യം ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ ഇവിടെ തെറ്റിയിട്ടുണ്ട്, കണ്ട. ഇത് കറക്റ്റ് പൊസിഷനിലല്ല. ഇത് കറക്റ്റ് പൊസിഷനിലല്ല. ഇത് കറക്റ്റ് പൊസിഷനിലല്ല. ഇത് കറക്റ്റ് പൊസിഷനിലുള്ള. ഇത് കറക്റ്റ് പൊസിഷനിലല്ല. അപ്പോൾ ആ കറക്റ്റ് പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തന്നത്. അപ്പോൾ ഇത് നമുക്കിനി കറക്റ്റ് പൊസിഷനിലാക്കണമെങ്കിൽ തെറ്റിയത് ഇതല്ലേ, ഒന്നും കൂടി സെയിം റൂൾ ചെയ്യുക. റൈറ്റ് റൂൾ 3 പ്രാവശ്യം. ഇപ്പോൾ ഇവിടെ കറക്റ്റ് വന്നിട്ടുണ്ട്, ഇവിടെ കറക്റ്റ് വന്നില്ല. ഇവിടെ കറക്റ്റ് വന്നിട്ടുണ്ട്, ഇവിടെ കറക്റ്റ് വന്നില്ല. അപ്പോൾ നമ്മൾ ഒന്നും കൂടി അത് ആ മൂവ്മെൻറ്റ് ചെയ്യണം. കട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സൈഡ് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്കിത് കാണാം കറക്റ്റാണ് കിട്ടിയിട്ടുള്ളതെന്ന്. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഇട്ട് അപ്പുറത്തും മാറിപ്പോയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ശരിയാക്കാം. സെയിം റൂള്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഓപ്പോസിറ്റും റെഡിയായി.
ഈ ഓപ്പോസിറ്റും റെഡിയായി, ഈ ഓപ്പോസിറ്റും റെഡിയായി. നമ്മൾ കുറച്ച് സ്പീഡ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ സ്ലോയിലാക്കിയിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഈ ഓപ്പോസിറ്റും റെഡി ആയിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്രയും നേരം നമ്മൾ യെല്ലോൻ്റെ ഭാഗം പിടിച്ചിട്ടുള്ള ഇത് നേരെ തിരിച്ച് പിടിക്കുക. അതിന് ശേഷം നമുക്കിത് താഴെ കൊണ്ടുവരണം. അതായത് ഈ ഭാഗത്തുള്ള ഈ രണ്ടെണ്ണത്തിന് ഇവിടത്തേക്ക് കൊണ്ടുവരണം കറക്റ്റാക്കിയിട്ട്. അതിനുള്ള റൂളാണ് ചെയ്യാൻ പോകുന്നത്. അത് പക്ഷേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കറക്റ്റ് എത്തുമ്പോൾ മാറ്റി ചെയ്താൽ മതി. ഉദാഹരണത്തിന് ഞാനിപ്പോൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ റൈറ്റ് മൂവ്മെൻറ്റാണ് ചെയ്യുന്നത്. റൈറ്റ് പിടിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് റൈറ്റ് മൂവ്മെൻറ്റാണ് ചെയ്യുന്നത്, മാറ്റിയിട്ടൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ അതവിടെ വന്നു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത ഇതിനെയാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന്, അതായത് ഇപ്പം രണ്ടെണ്ണമല്ല ലെഫ്റ്റ് ആയിട്ടുള്ള ആ രണ്ടാമത്തേൽ ഇനി ലാസ്റ്റിലെത്താം. റൈറ്റ് മൂവ്മെൻറ്റ് വന്നു, കറക്റ്റായല്ലോ. ഇനി നമുക്ക് ഇവിടത്തേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇപ്പം ഏകദേശം 90% ആയി. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പാണ്. അതായത് മാറ്റിയിട്ടൊന്നുമില്ല, നിങ്ങൾ ശ്രദ്ധിച്ച ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ എല്ലാത്തിലും ഇത് ഫുള്ള് കഴിഞ്ഞ് 100%, 90%, 90%, 90%. ഇതിൻ്റെ ഓപ്പോസിറ്റ് കളറ് ഇപ്പുറത്തായിട്ട് വരും. അതായത് ഇവിടെ ഇപ്പോൾ ഗ്രീന് വരണം, ഇപ്പുറത്ത് ബ്ലൂവും വരണം. അങ്ങനെയല്ല വന്നിട്ടില്ല, നേരെ തിരിച്ചാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ കറക്റ്റായിട്ട് വരുന്നത്, ചിലപ്പോൾ കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം റൈറ്റ് റൂൾ ചെയ്യാം, ഇനി ഇപ്പുറത്ത് ലെഫ്റ്റ് റൂൾ. ഓക്കെ, ഇനി ഇവിടെ 5 പ്രാവശ്യം നമ്മൾ ചെയ്യാം. 1, 2, 3, 4, 5. ഇനി അടുത്തത് ലെഫ്റ്റ് 5 പ്രാവശ്യം. 1, 2, 3, 4, 5. അപ്പോൾ നമ്മളെ ഭാഗ്യം കൊണ്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ക്യൂബ് ഇവിടെ റെഡിയാക്കാൻ ഈ 2 റൂള് മാത്രം പഠിച്ചിട്ട് ചെയ്യുന്നത്. ആദ്യം ഇത് കാണിച്ചു തന്നാൽ പോലെ എന്ന് പറയുമ്പോൾ ആദ്യം ടഫുള്ള നോക്കി, പിന്നെ സിമ്പിളായിട്ടുള്ളത് കാണുമ്പോൾ നമുക്ക് ഈസി അല്ലേ. അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചു തന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും, പിന്നെ ആർക്കെങ്കിലും ഇത് ചെയ്യാനുള്ളൊരു ഇതുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കുക. ഈ ഒരു ഇതിലൂടെ ഞാൻ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ റുബിക്സ് ക്യൂബ് ഞാൻ ആദ്യം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും ആകാറില്ലായിരുന്നു. പഠിച്ച് ആദ്യം ഒരു സൈഡ് മാത്രം എങ്ങനെയെങ്കിലും ആക്കും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്ന് ചെയ്തതെന്ന് വെച്ചാൽ അടിച്ച് പൊട്ടിച്ചിട്ട് എല്ലാം റീഫിറ്റ് ചെയ്യും. അങ്ങനെ ഒരു ചെറിയ തക്ലീഫ് കാണിച്ചില്ല. അതെല്ലാവരും ചെയ്തിട്ടുണ്ടാവും, ഞാൻ മാത്രമൊന്നുമല്ല, ഒരുവിധ ആൾക്കാരെല്ലാം അങ്ങനെ ചെയ്തത്. പക്ഷെ ഇത് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് കാര്യം. നമ്മൾ എന്താ പറയുക, ഒരു ജീവിതം പോലെയാണ്, വഴികളൊന്നും കാണൂല. പക്ഷേ സിമ്പിൾ ട്രിക്കേ ഉള്ളൂ എല്ലാം മാറ്റിമറിക്കാൻ. അതുപോലെയാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഒട്ടുമില്ല, നിങ്ങളൊന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ആയേനെ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.